സർക്കാർ അഭിഭാഷക നിയമനത്തിൽ കേസുവിനെതിരായ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ മാത്യു കുഴൽനാടൻ എം.എൽ.എ. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാരാണിത്. ആ ഉത്തരവാദിത്തം പാലിക്കേണ്ട ബാധ്യതയുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കാനില്ല എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. KSU പാർട്ടിയിലെ തിരുത്തൽ ശക്തിയാണെന്നും KSU പ്രസിഡന്റിനെ കാണാതിരിക്കാൻ മുഖ്യമന്ത്രിക്കാകില്ല എന്നും ദീപ്തി മേരി വർഗീസും പ്രതികരിച്ചു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഞാനില്ല. ഞങ്ങളൊക്കെ തിരുത്തൽ ശക്തികളായി KSU കാലഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ്, പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെയാണ്. അത് പാർട്ടിയിലെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ നേതാവല്ലല്ലോ. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും വരുന്ന ആളുകളെ മുഴുവൻ, വിസിറ്റേഴ്സിനെ മുഴുവൻ കാണാനുള്ള ശ്രമമുണ്ടാകും. കാണാൻ കഴിയും. ചില ആളുകളെ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. അവർക്ക് പിന്നീട് അവസരം കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും KSU പ്രസിഡന്റിനെയും അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കാണാതിരിക്കാൻ ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു KSUയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാൾക്ക് കഴിയില്ല. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ആദ്യ പ്രതികരണം എറണാകുളത്ത് നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ജിൻഡോയുടെ പ്രതികരണമായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മാത്യു കുഴൽനാടനും ഒപ്പം ദീപ്തി മേരി വർഗീസും പ്രതികരിക്കുമ്പോൾ KSU നേതാവിനെ കാണണം മുഖ്യമന്ത്രി എന്ന് തന്നെയല്ലേ ഇപ്പോൾ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സ്മൃതി, പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSUവിനുണ്ടാകുന്ന ആശങ്കകൾ അവർ അത് മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാൻ വേണ്ടി വരുമ്പോൾ ആ വാതിൽ കൊട്ടിയടക്കരുത് എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ആദ്യം ജിൻഡോ ജോൺ രൂക്ഷ വിമർശനവുമായാണ് ആദ്യം രംഗത്ത് വന്നത്. പക്ഷേ മറ്റു നേതാക്കൾ അത്തരത്തിൽ കടന്നാക്രമിക്കുന്നില്ലെങ്കിൽ പോലും അവരും അതൃപ്തി അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ളവർ പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഈ സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. സ്വാഭാവികമായും ആ ഉത്തരവാദിത്തം പാലിക്കേണ്ട ചുമതല അത് സർക്കാരിനുണ്ട്. താൻ കൂടുതൽ കടന്നു പറയുന്നില്ല, ആ എരുതിയിൽ എണ്ണയൊഴിക്കാൻ താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടക്കാതിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ദീപ്തി മേരി വർഗീസും സമാനമായ പ്രതികരണമാണ് നടത്തിയത്. ഇത്തരത്തിൽ KSU നേതാക്കളെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവരും കാണാൻ വരുമ്പോൾ അവരെയൊക്കെ തന്നെ കാണേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രി ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി സംഘടന, അതും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന, അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അവരുടെ ആശങ്കകൾ അറിയിക്കാൻ വേണ്ടി എത്തുമ്പോൾ അത്തരത്തിൽ സമയം അനുവദിക്കാതിരിക്കുന്നത് വലിയ ഞെട്ടലോടുകൂടിയാണ് ആ ഒരു വിഭാഗം നേതാക്കളെങ്കിലും കാണുകയും ചെയ്തത്. എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്ത് ഒരു കൂട്ടം നേതാക്കൾ രംഗത്തു വരുന്നുമുണ്ട്. പ്രത്യേകിച്ച് രാജു പി നായർ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്ത് പരസ്യമായി പറയുന്നതിന് വിമർശിക്കുകയാണ് രാജു പി നായർ അടക്കമുള്ള നേതാക്കൾ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ കാണാത്ത തരത്തിലുള്ള ഒരു അതൃപ്തി, ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകുന്നത്.